ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന പെട്ടിപ്പത്തലിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. എളുപ്പത്തിലെന്ന് പറയുമ്പം നമുക്ക് എരിവായാലും മധുരമായാലും ഒരു സ്നാക്കിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് തലശ്ശേരിയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ തലശ്ശേരിക്കാരിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് കാണാൻ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എരിവുള്ള ഫില്ലിങ്ങാണ് ആദ്യം തയ്യാറാക്കിയെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 3 ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതക്കിയതും 4-5 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ഒരു 5 പീസ് എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം പൊരിച്ചതും 3 എണ്ണം വേവിച്ചതുമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പൊരിച്ചതും കുറച്ച് വേവിച്ചതും ചേർത്ത് കൊടുക്കാൻ നോക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു പച്ചമണം പോകുന്നവരെ ഒന്നങ്ങ് വഴറ്റി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റി കൊടുത്താൽ മതി. പിന്നെ നിങ്ങളെ കയ്യിൽ കറിവേപ്പില, മല്ലിയില, പുതിനയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് മധുരമുള്ള ആ ഒരു കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ ഫില്ലിംഗ് ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കിസ്മിസൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു തേങ്ങ, അതായത് 2 മുറി തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഏലക്കാപ്പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു പിടിയോളം കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് അമ്മിമേലിട്ട് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ 2 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മൈദ ഒന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 3 കപ്പ് മൈദയും അതുപോലെ ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഇട്ടിട്ട് ഒന്ന് സാധാരണ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 എണ്ണം ഇതുപോലെ ഇങ്ങനെ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി മാറ്റി വെച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ 2 എണ്ണം ചെയ്തെടുക്കണം കേട്ടോ, കാരണം നമുക്ക് കവർ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എരിവുള്ള ആ ഒരു മസാല കൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ മധുരമുള്ളത് നിറച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള 2 സൈഡിൽ ഇതേപോലെ തന്നെ എരിവും മധുരവും നമുക്ക് നിറച്ച് കൊടുക്കാം. ഇതുപോലെ 4 വശത്തും നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് ഒട്ടിക്കുക. അതിനുശേഷം സെൻട്രലായിട്ട് ഒരു പൊഴിഞ്ഞ മുട്ടയുടെ പകുതി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മസാലയും കൂടി ഇതുപോലെ എരിവും മേലയിൽ മധുരവും കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മുട്ട വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മേലിൽ കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എരിവായാലും മധുരമായാലൊക്കെ നമുക്ക് ഒരു സ്നാക്കിനെ തയ്യാറാക്കിയാൽ മതി. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത് പരത്തി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിൻ്റെ മേളിലേക്ക് ഒന്നങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ തിരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു മാവൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് പല്ലെടുത്ത് കൊടുക്കണം. നമ്മൾ അടയ്ക്കൊക്കെ സാധാരണ പല്ലെടുക്കാറില്ല, അതേപോലെ തന്നെ ഇതൊന്നും ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മാവും കൂടി ഒട്ടുന്ന രീതിയിൽ വേണം കേട്ടോ ഇങ്ങനെ പല്ലെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഒട്ടിക്കിട്ടും, എണ്ണയൊന്നും ഉള്ളിലൊന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കാണുന്നത് പോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിലെന്ന് പറയാൻ കാരണം നമുക്ക് ഒന്നിൽ തന്നെ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. തീർച്ചയായിട്ടും ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.
താങ്ക്